ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം അന്ത്യവിശ്രമത്തിനു വേണ്ടി തയ്യാറാക്കുന്ന കുഴികൾ ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെ ഒരു ദൃശ്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് രഘു. അപ്പോൾ അവരവരുടെ പ്രിയപ്പെട്ടവർ കൂടി ഉൾക്കൊണ്ടു എന്ന് വിചാരിക്കേണ്ടി വരുന്നവരുടെ മാനസികാവസ്ഥ നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. അതെ മാധു, ഒരു പക്ഷേ മുൻപ് ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾ ഇതുപോലെ കൂട്ടത്തോട് സംസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ തിരിച്ചറിയപ്പെടാത്ത ആളുകളെ ഇത്രയധികം പേരെ ഒരുമിച്ച് സംസ്കരിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ചരിത്രത്തിൽ ആദ്യമായിരിക്കാം. സുനാമി ഉണ്ടായി, പ്രളയമുണ്ടായി, മുൻപ് പലയിടത്തും ഉരുൾപൊട്ടലുണ്ടായി, അവിടെയൊക്കെ ആളുകൾ മരിച്ചു. പക്ഷേ ഇത്രയധികം ആളുകളെ തിരിച്ചറിയാത്ത, അതായത് ഉരുൾപൊട്ടലിൽ മഹാദുരന്തത്തിൽ ചിന്നി ചിതറിപ്പോയ ആളുകളെ ഒന്നിച്ച് ഒരേ രീതിയിൽ സർവമത പ്രാർത്ഥനയോടുകൂടി ഒന്നിച്ച് സംസ്കരിക്കുന്നത് ഒരു പക്ഷേ അല്ല, നമ്മുടെ ഒരു ഓർമ്മയിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഒക്കെ ഓർമ്മയിൽ ഇത് ആദ്യമായിട്ട് തന്നെ ആയിരിക്കാം. കാരണം 62 മനുഷ്യരായാണ് തിരിച്ചറിയാൻ സാധിക്കാത്തത്. അതിൽ 30 മാത്രമേ ഒരു മൃതദേഹമെന്ന രീതിയിലെങ്കിലും നമുക്ക് വിളിക്കാൻ പറ്റുകയുള്ളൂ. ബാക്കിയുള്ളത് കഴിഞ്ഞ ദിവസം എന്നോട് ഡിവൈഎഫ്ഐയുടെ നേതാവ് വ്യക്തിപരമായി സംസാരിച്ചത് ഒരു പുഴയുടെ സൈഡിൽ നിന്ന് കിട്ടിയതൊരു കരളാണ്. അത് ആരുടേതാണെന്നറിയില്ല. അതേപോലെ ആന്തരിക അവയവങ്ങളൊക്കെയാണ് ചിന്നി ചിതറി തെറിച്ച് നദികളിലും നദിക്കരകളിലും ഒക്കെ കിടക്കുന്നത്. എത്രയോ പേരുടെ അവയവങ്ങൾ, മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ ഇത്തരത്തിൽ ചിഹ്ന ഭിന്നമായി പോയിട്ടുണ്ടാവും. നമുക്ക് എണ്ണി എടുക്കാൻ വരും ദിവസങ്ങളിലൊക്കെ അതിൻ്റെ ഒരു മരണത്തിൻ്റെയൊക്കെ ഒരു കൃത്യമായ കണക്കിലേക്ക് കാര്യങ്ങളൊക്കെ എത്തുകയുള്ളൂ. അത്തരത്തിൽ തിരിച്ചറിയാത്ത ഒരു കൂട്ടം മനുഷ്യരെ, ദുരന്തം കവർന്നെടുത്ത ഒരു കൂട്ടം അതിസാധാരണക്കാരായ മനുഷ്യർ ഒന്നിച്ച് അന്ത്യവിശ്രമം കൊള്ളുന്നത് നമ്മുടെ കേരളത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും. അതും പുത്തുമല പോലെ മുൻപ് ദുരന്തമുണ്ടായ, മുൻപ് പ്രകൃതി താണ്ഡവമാടിയ ഒരു സ്ഥലത്ത് തന്നെ. അതിനുശേഷം തൊട്ടടുത്തൊരു പ്രദേശത്ത് സമാനമായ രീതിയിലുണ്ടായ ദുരന്തത്തിൽ ചിന്നിച്ചിതറിപ്പോയ കുറച്ചധികം മനുഷ്യരെ ഒന്നിച്ച് സംസ്കരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എത്രത്തോളം നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും നമുക്കതിൻ്റെ ഒരു വിങ്ങൽ, അല്ലെങ്കിൽ ഇത് കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മുഴുവൻ അതിൻ്റെ ഒരു വിങ്ങൽ ഉണ്ടാകും. കാരണം കഴിഞ്ഞ എത്രയോ ദിവസമായി മലയാളികൾ, അല്ലെങ്കിൽ ഈ വയനാടിനെ അറിയുന്നവർ, അല്ലെങ്കിൽ ഈ ദുരന്തത്തെക്കുറിച്ച് അറിയാൻ, എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എത്രയോ ദിവസങ്ങളായി ടി വിക്ക് മുൻപിൽ ഈ വാർത്ത മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ മനുഷ്യരുണ്ടാവും. അവരുടെയൊക്കെ വീട്ടിലെ ആരോ നഷ്ടപ്പെട്ട ഒരു വേദന. കാരണം നമുക്കറിയാം എത്രത്തോളം പാടുപെട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു വീട് വെക്കുന്നത്, കൃഷി, ഒരു വാഴ അല്ലെങ്കിൽ ഒരു ചീര, അല്ലെങ്കിൽ ഒരു മുളകും തൈ പോലും നട്ട് നനച്ച് അതൊന്നു കായായി വരാൻ എത്രത്തോളം സമയമെടുക്കും, എത്രത്തോളം കഷ്ടപ്പാടുണ്ട് അതിന് പിന്നിലെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മളുടെ സമ്പാദ്യങ്ങൾ, നമ്മളുടെ ജീവിതത്തിൽ മിച്ചം പിടിച്ച് നമ്മൾ അതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് സന്തോഷത്തോടുകൂടി ഉറങ്ങാൻ പോയ ആളുകളാണ്. മഴയുണ്ട്, അവരെത്രയോ തലമുറകളായിട്ട് ഇവിടെ ജീവിക്കുന്ന ആളുകളാണ്. ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു അമിത പ്രതീക്ഷയിൽ, അമിത വിശ്വാസത്തിലാണ് അവർ ഉറങ്ങാൻ പോയത്. അവരെയാണ്, ഒരു നാടിനെയാണ് ഒന്നടങ്കം ഉരുൾ കൊണ്ടുപോയത്. ആ മനുഷ്യരുടെ എത്രയോ പേർ ഇപ്പോഴും, ഞാൻ ആദ്യം പറയുന്നത്, നമ്മൾ ഇവിടെ നിൽക്കുന്ന 10 പേരെടുത്താൽ ഒരാളോട് സംസാരിച്ചാൽ അയാൾ പറയും, എൻ്റെ കൂട്ടുകാരനെ കാണുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ബന്ധുവിനെ കാണുന്നില്ല, അവരെ ഞങ്ങൾ തിരയുന്നുണ്ട്. ഇനി അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഒരു പക്ഷേ അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവാം. കാരണം നമുക്ക് പ്രിയപ്പെട്ടവരാണ്, അവരെന്തെങ്കിലും മടങ്ങി വരും എന്ന് പ്രതീക്ഷിക്കാനേ നമുക്ക് കഴിയുള്ളൂ. പക്ഷേ അവരൊരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം മണ്ണിനടിയിൽ പെട്ടുപോയവർ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ രക്ഷപ്പെട്ടു പോയവരാണെങ്കിൽ ഇതിനോടകം തന്നെ അവർ തിരിച്ചു വരാനുള്ള സമയം കഴിഞ്ഞു. മണ്ണിനടിയിൽ പോയവരെ ഒരുപക്ഷെ മരിച്ചിട്ടുണ്ടാകില്ല, എന്തെങ്കിലും ഒരു ദിവസം ഒരു വിളി കൊണ്ട് കയറി വരും എന്ന് വിചാരിക്കുന്നതിനേക്കാൾ വലിയ വേദനയൊന്നുമില്ല.